അല്ല, ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. ചർച്ച ചെയ്ത് നമുക്ക് ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ ചർച്ചയിൽ ആവശ്യപ്പെടും. അപ്പം അതിൽ തീരുമാനമാവും ചെയ്യും. കോൺഗ്രസിന് ബോധ്യല്ലേ ലീഗിന് 3 സീറ്റ് നടക്കുന്നുണ്ടെന്നുള്ള വിഷയം താങ്കളെന്താ പറഞ്ഞത്? എന്തിനാ 3-ൽ ഒതുക്കുന്നതാണ് ഞാൻ ചോദിക്കണത്. ലീഗിനെ പ്രൊപ്പോഷനായിട്ട് നോക്കുമ്പോൾ കുറേ സീറ്റ് നമുക്ക് മത്സരിക്കാം. പക്ഷേ ഒരു മുന്നണി സംവിധാനം, മുന്നണി മര്യാദയൊക്കെ പാലിക്കുമ്പോൾ അതിനനുസരിച്ച് ചർച്ചയിൽ വിട്ടുവീഴ്ചകളൊക്കെ തയ്യാറായിട്ട് നമുക്ക് നല്ലൊരു തീരുമാനത്തിലെത്താൻ പറ്റും. ഇന്നലെ മുഖ്യമന്ത്രി മലപ്പുറത്ത് ഒരു പ്രസംഗം നടത്തിയിരുന്നു. ദേശാഭിമാനിയുടെ ഒരു പുസ്തകപ്രകാശനം. ഈ മലപ്പുറം രൂപീകരിച്ചതിന്റെ സമയത്തുള്ള ചില ചരിത്ര കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ലീഗും ഇടതുപക്ഷം ഒരുമിച്ചായിരുന്നു. ഇക്കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിന് പ്രസംഗം ഉണ്ടായത്. അന്ന് ഇതിനെ എതിർത്തിരുന്നത് കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം പറയാതെ പറയുന്നത്, കോൺഗ്രസിന്റെ പേരെടുത്ത് കുറിച്ച് പറയാതെ പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു സമയത്തുള്ള ഈ പരാമർശത്തെ? ലീഗിനെ വീണ്ടും ഇടതുപക്ഷം സ്വാഗതം ചെയ്യുന്നതായിട്ട് കരുതുന്നു? അത് അതിന് നമ്മൾ ഒരു ഹിസ്റ്ററി ചരിത്രം പറയുമ്പോൾ അത് വേറെ തന്നെയല്ല. അത് ഹിസ്റ്ററി ഓരോരോ ചരിത്രം പിന്നെ പറഞ്ഞു എന്നുള്ളതിൽ കഴിഞ്ഞ് ലീഗിനെ സ്വാഗതം ചെയ്യുന്ന വിഷയമൊന്നും അതിലില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് അദ്ദേഹം തന്നെ ഇപ്പോൾ ഒന്നിലധികം തവണ വ്യക്തമാക്കിയാലോ അങ്ങനെ ചിന്ത അവർക്കില്ല എന്നുള്ളത്. പിന്നെ നിങ്ങൾ ദുർവ്യാഖ്യാനം കൊടുക്കണ്ട. ഇതൊക്കെ ചരിത്രം ഹിസ്റ്ററി പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നതാണത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. നിങ്ങൾ ആ തോന്നലിനൊന്ന് രക്ഷപ്പെട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അത്രയേ ഉള്ളൂ. സമസ്തയിലെ കുറെ പ്രശ്നങ്ങൾ കഴിഞ്ഞ കേരള രാഷ്ട്രീയത്തിലേക്ക് വരെ വെള്ളിയാഴ്ച പറയണം. ഇന്നലെ അത് വീണ്ടും വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എസ്.കെ.എസ്.എഫിന്റെ നേതാക്കളൊക്കെ നടത്തിയിരിക്കുന്നു. നേരത്തെ ഒരു ലീഗ് ഇടപെട്ടിട്ട് സമസ്തയിൽ ഒരു സമാധാനം ഇല്ല. അങ്ങനെ അല്ലേ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ പിന്നെ സമസ്തയുടെ നേതൃത്വം അതുപോലെ തന്നെ തങ്ങന്മാരും പാണക്കാട് തങ്ങന്മാരും ഒക്കെ വളരെ ഐക്യത്തിൽ തന്നെയാണ് പോകുന്നത്. എല്ലാം വളരെ ഇപ്പോൾ പട്ടിക്കാടും ഒക്കെ എല്ലാം വളരെ ഐക്യത്തിൽ തന്നെയാണ്. മറ്റ് സംഘടന അത് സംഘടനാപരമായ കാര്യങ്ങൾക്കൊക്കെ സമസ്തയുടെ കാര്യങ്ങൾക്ക് അവർ മറുപടി പറയും. ഞങ്ങൾ അതിൽ മറുപടി പറയേണ്ട കാര്യമില്ല. അതിൻ്റെ അത് അവർ വിലയിരുത്തട്ടെ. നമ്മളിപ്പോൾ ആ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് പൊളിറ്റിക്കലാവും. അത് അവർ കാര്യങ്ങൾ വിലയിരുത്തട്ടെ. തങ്ങൾ ബയ്യത്ത് ചെയ്ത കാളിമാരുടെ ഒരു യോഗമൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ഈ സംസ്ഥയുടെ തന്നെ സംവിധാനം ഉണ്ടാകുമ്പോൾ അത്തരം ഒരു കൂട്ടായ്മയുടെ ആവശ്യമുണ്ടോ എന്നൊരു, എന്താണ് അതുകൊണ്ട് പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത്? അല്ല, അത് പുതിയ ഇതല്ല, ഇപ്പം തന്നെ ഉണ്ട് പല ഭാഗങ്ങളിലും. അതൊക്കെ ഒരു ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളാണ്. അതിനൊന്നും വേറൊരു വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമില്ല. തങ്ങന്മാരും പാണക്കാട് തങ്ങന്മാരും സമസ്തയും ഒക്കെ വളരെ ഐക്യത്തിൽ തന്നെ പോവുള്ളൂ. ഐക്യത്തിൽ തന്നെയാണ് പോകുന്നത്. കാലിമാരുടെ ഇപ്പോഴത്തെ കണ്ണൂർ ഭാഗത്ത് കാഞ്ഞങ്ങാട് ഭാഗത്ത് ഒക്കെ ഉണ്ട്. അത് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് കൂടുതൽ പ്രദേശങ്ങളിലും നമ്മൾ ഖാദിസ്ഥാനം നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഖാദിയായിട്ടുണ്ട്, അനുജനുണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വരണമല്ലോ. കാരണം നമ്മൾ ബയ്യത്ത് ചെയ്യാന്ന് പറയും. ആ ബയ്യത്ത് ചെയ്തതിന് ശേഷം പിന്നെ അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, അതായത് കോണ്ടാക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ അവരൊക്കെ ഒന്ന് അവരുടെ ഞങ്ങൾ ബന്ധം നിലനിർത്തുക, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഓരോ മഹലിൽ സംബന്ധമായിട്ട് പ്രശ്നം ഉണ്ടാവും. കൂടുമ്പോൾ ഓരോ മഹലിലും വരുന്ന ഈ മാരിറ്റൽ പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഞങ്ങളുടെ ആശയങ്ങൾ, പിന്നെ നമ്മുടേതായിട്ടുള്ള നയങ്ങളും നിലപാടുകളും അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നതുപോലെ തന്നെ സമൂഹത്തിൽ ഇന്ന് നിലനിർത്തേണ്ട ഐക്യം, സാഹോദര്യം, സഹിഷ്ണുത, മതസൗഹാർദ്ദം, മതേതരത്വം, ഇതിനൊക്കെ കാത്തുസൂക്ഷിച്ച് പോകേണ്ടതിൻ്റെ ഏറ്റവും അനിവാര്യമായ കാലഘട്ടം കൂടിയാണ്. അപ്പം അതൊക്കെ അവരുമായിട്ടൊരു ആശയവിനിമയം നടത്താൻ വേണ്ടി വിളിക്കുകയാണ്. അതിപ്പോൾ സംസ്ഥയിൽപ്പെട്ട മഹലുകൾ തന്നെയാണല്ലോ. ഞങ്ങളുടെ മഹലുകൾ ഫുള്ള് സംസ്ഥ കേരള അംഗീകരിക്കുന്ന മഹലുകളാണ്.
തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി അതിലെ ഒരു ഞാൻ സംശയ നിർവൃതി ഇല്ലാതെ പറയാം, സമസ്തയുടെ നേതാക്കന്മാർ, ഉന്നത ശിഷ്യരായ പണ്ഡിതന്മാരും പാണക്കാട് തങ്ങന്മാരും ഒക്കെ വളരെ നല്ല റിലേഷനും ഒരു കുഴപ്പമില്ലാതെ പൈക്കോട്ടിക്കാട് സ്ത്രീലങ്ങൾ കണ്ടില്ല, എല്ലാ അതിനനുസരിച്ച് കാണുന്നുണ്ടല്ലോ, വളരെ ഇതാണ്. പിന്നെ മറ്റു മുസ്ലിം സംഘടനകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തങ്ങൾ അധ്യക്ഷനായ സൗഹൃദ സമിതിയുണ്ട്. ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ടല്ലോ. അത് ഒക്കെ ഇൻറ്റേർണലായിട്ട് ഉള്ള ഇപ്പോൾ സമുദായ ഐക്യം എന്ന് പറയുന്നത് അതാണ്, പോസിറ്റീവാണ്, മോശമായിട്ടുള്ള സംഗതികൾക്കല്ല. പിന്നെ സാമുദായിക ഐക്യം, അതിനുള്ള ഇപ്പോൾ സന്ദേശയാത്ര തങ്ങൾ നടത്തി. ഞങ്ങളിതൊക്കെ വളരെ ശ്രദ്ധിച്ച് സൗഹൃദാന്തരീക്ഷം നിലനിർത്തി പോകുന്ന ഒരു കൾച്ചറാണുള്ളത്. അതിപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൗഹൃദവേദി എന്ന് പറഞ്ഞ് മറ്റു മുസ്ലിം സംഘടനകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉണ്ട്. അതുപോലെ തന്നെ സമസ്തയുടെ സമ്പന്നതരായ നേതാക്കളുമായിട്ട് പാണക്കാട് കുടുംബമുള്ള ആ നല്ല റിലേഷൻ എപ്പോഴും നിലനിർത്തി പോകുന്നുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പങ്ങളും സംഗതികളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് എഡ്യൂക്കേറ്റഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല.